ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. ആരാടി നിന്റെ ചേച്ചി? അങ്ങോട്ട് പോവാൻ. എന്റെ കൂടെ മര്യാദയ്ക്ക് വരുന്നത് നല്ലത്. ഇല്ലെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാലോ. വന്നില്ലെങ്കിലോ? എങ്കിൽ ഐശ്വര്യലക്ഷ്മി ആരാണെന്ന് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും വിളിച്ചു പറയും. രമാദേവി അറിയും. ആകെ നാണക്കേടാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് വാ. സ്വന്തം അച്ഛനും അമ്മയും അനുജത്തെയും ജീവിച്ചിരിക്കുമ്പോ രമാദേവിയുടെ വീട്ടിൽ തന്നെ സംസാരശേഷിയില്ലാത്ത അമ്മയും അനുജത്തിയും ഉള്ളപ്പോ ഒരു മീൻകാരിയെയും തെങ്ങ് കയറി നടക്കുന്ന ഒരാളെയും കപടവേഷം കെട്ടിച്ച് നാടകം കളിച്ച് നിങ്ങളുടെ വൃത്തികെട്ട മനസ്സ് രമാദേവി അറിഞ്ഞ അതോടെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പുതിയ മുഖംമൂടി നഷ്ടമാവും. അതാകണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വരാൻ. ഓ, ഞാൻ വരാം. നിനക്ക് എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ച് വേഗം പറഞ്ഞു തൊളിക്ക്. ചേച്ചി എന്തിനാ ആ നരേന്ദ്രൻ അച്ഛനെ കാണിച്ചു കൊടുത്തത്? ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? അയാള് നിന്റെ അച്ഛനെ തപ്പി നടക്കുന്നുണ്ട്. എന്റെ മാത്രം അച്ഛനോ? അപ്പൊ ചേച്ചിയുടെ ആരുമല്ലേ? എന്റെ ആരുമല്ല. ആ ബന്ധമൊക്കെ എന്നെ ഞാൻ അറുത്തു മുറിച്ച് കളഞ്ഞു. എന്നോട് എന്ത് കാണിച്ചാലും ഞാൻ ക്ഷമിക്കും. പക്ഷേ എന്റെ അമ്മയോടും അച്ഛനോടും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. അറിയാലോ ചിന്നൂന്. അങ്ങേരോട് ഇപ്പൊ തള്ളിക്കേറി വരാൻ ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ. എന്നാലും വലിഞ്ഞു കയറി വന്നോളും ശല്യങ്ങള്. എന്താടി പറഞ്ഞത്? അങ്ങേരുന്നോ? അച്ഛൻ, എന്റെയും നിന്റെയും അച്ഛൻ. നീ എന്താ എന്നെ വിളിച്ചത്? എടീന്നോ? ചേച്ചിന്നാ ഇത്രയും നാളും വിളിച്ചോണ്ടിരുന്നെ. നിനക്ക് മര്യാദ ഇല്ലെങ്കിൽ എനിക്കും ഇല്ല. കരണോടിച്ച് പൊട്ടിക്കും ഞാൻ. എനിക്ക് താമസിക്കണ്ട. പൊട്ടിക്കേണ്ടത് നിന്റെ കാരണമാ. എന്താടി മതിയോ? അതോ ഇനിയും വേണോ? കുറെ ദിവസമായി ഞാനിത് ഓങ്ങി വച്ചിട്ട്. പോട്ടെ പോട്ടെ എന്ന് കരുതുമ്പോ ചോദിച്ച് വാങ്ങുവാ നീ. എന്റെ മാത്രം അച്ഛനെ അമ്മയെ അപമാനിച്ചതിനുള്ള ശിക്ഷയാണെന്ന് കരുതിയാ മതി. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. വെളിയിൽ പറഞ്ഞ് സ്വയം നാണം കെടാൻ നിക്കണ്ട. മനസ്സിലായോടി ചൂലേ? എന്നാ മാഡം വന്നാട്ടെ, നടന്നാട്ടെ, അവിടെ ചെന്ന് നിന്നാട്ടെ, പോയാട്ടെ.